പ്രസംഗിക്കുന്നു. ആർക്കെങ്കിലും പറയാൻ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് താഴെ വരുന്ന ഒഴിക്കാൻ നടത്തുന്ന ഒരുപാട് ഭാഗം നോക്കി. 10,000 പ്രസംഗം എനിക്കറിയാൻ പറയും. ഒന്നും പ്രകാശിക്കുന്നില്ല. ഇത് വേണ്ട കർത്താവ് ഞാൻ പറഞ്ഞത് ദിവസം ഞാൻ പറഞ്ഞു. മോഹൻ നോക്കാതെ പറയണം. അത് ആർക്കാമേ പറയാമോ? ഒന്നാമത് ഹന്നയെ കുറിച്ചുള്ള ഉദ്ദേശം ഒരു അഭിഷിശുശ്രൂഷ വെളിപ്പെടുത്തിയാൽ അതുമൂലം ദൈവദേശമാണ് വരും. മനസ്സിലായോ? നിന്നെ ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിച്ച് ദൈവത്തിന്റെ മഹത്വം വീണ്ടും ജനസംഖ്യ വരുവാൻ തക്കണം ദൈവം നിന്നെ മുൻകൂട്ടി കണ്ട് നിന്നെ ഉരുവാക്കി വെച്ചിരിക്കുക. ഇതിൽ കൂടുതൽ രാത്രി അത്താഴം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നിന്നെ ദൈവം മുൻകൂട്ടി കണ്ട് ഒരു ദൗത്യം ഏൽപ്പിച്ച്, പക്ഷെ ഇതുവരെയും നീ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല, ബോധിച്ച പോലെ ഉണ്ടാക്കാനില്ല. ഇന്ന് മുതൽ എന്തിനു വേണ്ടിയാണ് ദൈവം പ്രാർത്ഥിക്കുക ഒന്നാ ദൈവം അറിയണം. കർത്താവേ നിന്റെ ചെയ്തതല്ല. വാട്ട് ഈസ് ദൈ ടുവേർഡ്സ് മീ? ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നാമത് ചോദിക്കേണ്ടത് കർത്താവ് ഈ പ്രശ്നം അനുഭവിച്ചത് എന്തുകൊണ്ടാണ്? ക്ഷമിക്കുക. ദൈവാത്മാവ് വ്യക്തമാക്കുക. പ്രവാചകന്മാർ വരണം നിർബന്ധമൊന്നുമില്ല. ദൈവാത്മാവ് പറയുമ്പോൾ കർത്താവെ അതെനിക്ക് തരുന്ന ഭാഗ്യം നീ ഒരു ഞാൻ ജീവനുണ്ട് വല്ലപ്പോഴും കൊടുക്കുന്നല്ല. അവൻ വളർന്നിട്ട് വേണമല്ലോ വേണമെങ്കിൽ ചെലവഴിക്കില്ല. കർത്താവ് വീഴ്ചാലും ജീവിക്കട്ടെ. വളരെ സങ്കല്പിച്ച ഒരു മകൻ മേടിച്ചോടിച്ച് എന്നും കൂടെ ഇരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ പ്രദർശിച്ചു, കർത്താവെ നിന്റെ അതിനകത്ത് ഒരു ആവശ്യമുണ്ട്. നിന്റെ നാമം ദുഷിക്കപ്പെടുന്നത് ദുഃഖിപ്പിക്കരുത്. ദൈവനാമം ദുഷിപ്പിക്കരുത്. ഈ ശബ്ദം ആർക്കും കേൾക്കാതെ പോയാൽ അവരുടെ അറിവിന് വേണ്ടി വാക്ക് പ്രഖ്യാപിക്കുക. ദൈവനാമം ദുഷിപ്പിച്ചാൽ ദൈവം അതിനുമുമ്പ് തന്നെ ദൈവം അന്നായി കൊണ്ട് സമൂഹത്തിനെ ദൈവം പ്ലാൻ ചെയ്തു. അത് മറവാതെ കാരണം ഈ പെട്ടകം പിടിപെട്ടു പോകുന്ന മുൻകൂട്ടി എന്റെ ദൈവത്തിൽ അറിഞ്ഞുകൊണ്ട് പെട്ടകം പിടിപെട്ടു പോകുന്ന സമയത്ത് അതിനെ കൊണ്ടുവരാൻ അഭിഷിക്ത ശുശ്രൂഷ വെളിപ്പെടുത്തുവാൻ ദൈവം മുൻകൂട്ടി ഹന്നായെ കർഷകർ കടന്നുപോയി. അവർ ഒറ്റ വാചകം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹൃദയം വിടച്ച് വികസിക്കും. പെട്ടകം ഇന്ന ദിവസം പിടിക്കപ്പെടും. ഇതൊന്നും യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതല്ല. മഹത്വം പോയിപ്പോകും. പുരോഹിതന്റെ കഴുത്തോടെ പുരോഹിതൻ മരിക്കും. രണ്ടുപേരും മരിക്കും. എന്നാൽ അതിനും അതിന് ശുശ്രൂഷ വീട്ടുന്നതിന് മടക്കി വരുത്തുവാൻ തേജസ്സിനെ കൊണ്ടുവരുവാൻ തക്കണം ദൈവം ഒരു വ്യക്തിയെ കണ്ടിരുന്നു. അതിനുവേണ്ടിയാണ് ഹന്നായിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത്. അല്ല ദൈവത്തിന്റെ ഒരു ആട്ടത്തോട്ടം. അയ്യോ ദൈവം ശബ്ദത്തിന്റെ കൊണ്ടും പോയിച്ചു എന്ത് ഞാൻ ചെയ്യാനാ പറഞ്ഞില്ല. എന്റെ ദൈവത്തിന് അറിയാം ഒരു സമൂഹം വെളിപ്പെടുന്നു. ഒരു സമൂഹം വെളിപ്പെടുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ കണ്ണുകൾ ആർത്തുപിടിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തുപിടിക്കും. നിങ്ങൾ പരാജയം മിണ്ടാതിരുന്നാൽ വടക്കേ ദൈവത്തിന്റെ കല്ലുകൾ എഴുന്നേൽപ്പിക്കും. സുവിശേഷത്തിന് വേണ്ടി ഇന്ത്യയിൽ ശുശ്രൂഷ നടക്കും. എന്റെ ബുദ്ധിയിലൊന്നുമല്ല ശുശ്രൂഷ. സമൂഹത്തിൽ വിളക്ക് ഇടുന്നതിനുള്ള കാലത്ത് കിടന്നു. പെട്ടെന്ന് നമുക്ക് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിൽ അനേക കാര്യങ്ങൾ ദൈവാത്മാവ് ചിക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് എത്ര ഭാഗ്യമെന്നറിയാമോ? എനിക്ക് പുതിയ ആരോഗ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുതിയ ബലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഈ ഓട്ടത്തിലുള്ള സമയത്തിൽ കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവശക്തി ഇപ്പോൾ നിങ്ങളെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റു ജനങ്ങളെല്ലാം വെളിഞ്ഞിട്ട് ആത്മാവിൽ ഐക്യത്തോടുകൂടി അത് എല്ലാ പകയും വൈരാഗ്യവും മാറ്റിയിട്ട് ഈർഷ്യയും മാറ്റിയിട്ട് ദൈവത്തിൽ അടുത്ത അരമണിക്കൂർ ഏകപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം, ഷേപ്പിന് വ്യത്യാസം, രോഗാത്മാ വിട്ടുമാറും. യേശുവിന്റെ